ഓ വാട്ട് ഈസ് ദിസ്? എന്തത്? പറ എന്തത്? ഞാൻ തരാം പ്ലീസ്. ഇതിന്റെ പേരെന്താ? എന്താ? അമ്മോ വൈറൽ പായസാണ് ഡബിൾ ഹോഴ്സിന്റെ. കറക്റ്റ് സ്വിച്ച് ഇട്ട പോലെ 7:15 കറണ്ട് പോയി. അതാണ് KSAB. താങ്ക് യു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. അപ്പോൾ ദേ തോമനും ചാക്കോനും ബ്രെഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്രെഡും ചീസും റെഡിയാക്കുന്നുണ്ട്. പിന്നെ കുറേ പഴയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മുളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളി അതായത് നമ്മൾ പുതിയത് കൊണ്ടുവരുമ്പോൾ മോളി ഇട്ടിട്ട് കുറേ താഴെ ഇരുന്ന് അഴുക്കായിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റണം. ദേ വെളുത്തുള്ളിയൊക്കെ ആകെ കലബിലാന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ചധികം തന്നെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരുന്ന വരെ ഉള്ളി നന്നാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡോൺ ചേട്ടൻ വന്നപ്പോൾ പിള്ളേർക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുളിമിഠായി കഴിക്കുകയാണ്. എന്തോ ജെല്ലി അല്ല, ലോലിപോപ്പിൽ പുളിമിഠായി വരുന്നതാണ് കേട്ടോ. അങ്ങനെ ദേ ഓർക്കാപ്പുറത്തൊരു പായസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ടെൻഡർ കോക്കനട്ട് പായസം കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് മറ്റേ ഇളനീർ പായസം അല്ലല്ലോ ഇതിന് മുമ്പ്, പക്ഷേ ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ വട ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടാണ് ചമ്മന്തിക്കുള്ളത്. ഡാഡി ആദ്യം പായസം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഡാഡിയും വന്ന് കീഴടങ്ങിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. മധുരവും ഒക്കെ ഭയങ്കര എന്താ പറയുക, എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം ഇൻസ്റ്റാമാർട്ടിൽ പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, അല്ലാതെ ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്. ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം തന്നെ 8:30 അപ്പോൾ ഡിന്നർ ദേ ചപ്പാത്തി മമ്മി കോഴിയും കുമ്പളങ്ങയും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഡിമ്പിൾ റെഡിയാക്കി. അങ്ങനെ ആ കോഴിയും കുമ്പളങ്ങയിൽ എല്ലാവരുടെ കൈകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ചാറ് കുറേ എടുത്തിട്ട് 2 ചപ്പാത്തി എടുത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാക്കോൻ്റെ മെയിൻ പരിപാടി ഇപ്പോഴെന്നല്ല, കുറേ നാളുകളായിട്ട് തന്നെ രാത്രി ആകുമ്പോൾ മമ്മീൻ്റെ അടുത്ത് വന്ന് കിന്നാരം പറയുക, അല്ലെങ്കിൽ മമ്മിയായിട്ട് വർത്താനം പറയുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂപ്പർക്ക്. അപ്പോൾ അതേ തോമും പാച്ചുവും റൂമിൽ, ചാക്കോ ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും ഒരാളില്ല, പർട്ടിക്കുലർലി ഒരാളില്ല, എല്ലാവരുടെ ഇടയിലും കുറേ നേരം സോഫയിൽ ഡാഡിയുടെ അടുത്തിരിക്കും, കുറേ നേരം മമ്മിയുടെ അടുത്ത് നിൽക്കും. അങ്ങനെയൊക്കെയാണ് മൂപ്പറുടെ ജീവിതം കേട്ടോ. എല്ലാവരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന എന്നെപ്പോലെ. എനിക്ക് അവനെ കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ തോന്നാറ്. ഇന്ന ഒരാളെന്നില്ല, അവനെല്ലാവരെയും അവന് വേണം, എല്ലാവരെയും സന്തോഷിപ്പിക്കും, എല്ലാവരെയും ചിരിപ്പിക്കും. അതൊക്കെ എൻ്റെ അതേ സ്വഭാവമാണ്. പർട്ടിക്കുലർലി ഒരാളുടെ മുകളിൽ സ്റ്റിക്ക് ഓണല്ല. അപ്പം അപ്പയില്ലെങ്കിൽ അമ്മ, അമ്മയില്ലെങ്കിൽ അപ്പ. തോമുന് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ആറ് സ്വഭാവമായിട്ട് തോന്നിയിട്ടുള്ളത്, അവൻ ടിപ്പിക്കലി ഡിമ്പിളുടെ സ്വഭാവമാണ് കേട്ടോ. ഒരാളിൽ ഭയങ്കര സ്റ്റിക്ക് ഓൺ ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതേ ചാക്കോ മമ്മിയോട് വർത്താനം പറയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ TV ഉള്ളതുകൊണ്ട് സൗണ്ടിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അതേ ആക്സിഡൻ്റ് ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ രണ്ടുപേരല്ല, മമ്മീനെ നിർബന്ധിച്ച് ആക്സിഡൻറ്റിൽ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിക്ക് വലിയ താല്പര്യമില്ല ആക്സിഡൻറ്റിൽ പെടാൻ, പക്ഷെ ചാക്കോനെ എല്ലാവരെയും പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂപ്പ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ വർത്താനം പറഞ്ഞ് കളിക്കുക, ഒറ്റയ്ക്കുള്ള, എനിക്കിപ്പോൾ ആരും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയും ജീവിച്ചു പോകും എന്നുള്ളൊരു തോട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. തോമുന് അങ്ങനെയല്ല, ആരിലൊക്കെ കൂടെ വേണം, പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ അപ്പോൾ അതേ മമ്മീനെ പലതരത്തിൽ ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനും വേണം ഒരു കഴിവ് കുട്ടിക്ക്. അപ്പോൾ എന്താ പറയുക, ഡിമ്പിളിപ്പോൾ നാളത്തേനുള്ള ലഞ്ചിൻ്റെ കാര്യം, അതായത് ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യം ഡിമ്പിൾ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് രാവിലെ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ എന്ന് പറയും. കാരണം പാച്ചു രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അവർ ലേറ്റായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ കറികളെല്ലാം വെച്ചിട്ട് പോകും. അപ്പോൾ രാവിലെ ഡിമ്പിൾ ബ്രെഡാണ് പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു നമുക്ക് വട ഉണ്ടാക്കാം. പക്ഷേ ഡോൺ ചേട്ടൻ രാവിലെ പോകുന്നുള്ള കഥ ഡിമ്പിളിനോടെ പറഞ്ഞുള്ളൂ, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ട്വിസ്റ്റായിട്ടോ. ഞാൻ രാത്രി കിടക്കാൻ നേരത്താണ് ഡോൺ ചേട്ടൻ പറഞ്ഞത് ഞാൻ നേരത്തെ പോകുമെന്ന് പറഞ്ഞല്ലേ എന്ന്. ഞാൻ പറഞ്ഞു എപ്പോൾ എന്നുള്ളൊരു തോട്ട് വന്നു കേട്ടോ. കാരണം
വട ഉണ്ടാക്കണമെങ്കിൽ അറിയാലോ, കുതിർക്കാൻ വെക്കണം, അത് പിന്നെ അരയ്ക്കണം, ബഹളം. നോർമലി ടോൺ ചേട്ടൻ മുമ്പരിക്കാൻ പോകുന്നത് വെച്ചാൽ 6 മണിക്കൊക്കെ ഇട്ടാൽ ഓക്കെയാണ്. അപ്പോൾ ഞാൻ വെളുപ്പിന് 3 മണിക്ക് അലാറം വെക്കാം എന്നൊക്കെ വെച്ചു. അപ്പം തന്നെ എൻ്റെ പകുതി മൂഡ് പോയി, വട ഉണ്ടാക്കാനുള്ള മൂഡ് പോയി. കാരണം വട ഉണ്ടാക്കാൻ കുറച്ചധികം ക്ഷമ വേണം. എനിക്ക് ക്ഷമ വേണം കേട്ടോ, കാരണം എനിക്ക് ഹറിബറിയിൽ ചെയ്യുമ്പം ശരിയാവുമോ എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ. എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ അലാറം ചതിച്ചു. അലാറം ചതിച്ചല്ല, ഞാൻ വെച്ചത് തെറ്റിപ്പോയി. ഞാൻ 6 മണിക്കാണ് അലാറം വെച്ചത് കേട്ടോ. ഞെട്ടി എഴുന്നേക്കായിരുന്നു. കാരണം നമ്മൾ ഉഴുന്ന് കുതിരാനിട്ടില്ലല്ലോ, പണി പാളിയില്ലേ. ബട്ട് ഞാൻ തോറ്റു കൊടുക്കാൻ റെഡിയായില്ല കേട്ടോ. പെട്ടെന്ന് ചൂടുവെള്ളത്തിലിട്ടു. ഡോൺ ചേട്ടനൊരു, അതായത് 6:11 ആയപ്പോൾ ഞാൻ ഇട്ടു. പണി പാളിയാൽ എന്താ, കറക്റ്റ് സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഡോൺ ചേട്ടനെ വിടുകയാണ് കേട്ടോ. അപ്പം ഞാൻ ബാച്ചായിട്ട് വട ഉണ്ടാക്കുകയാണ്. പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വട ഉണ്ടാക്കണം. കാരണം ടേക്ക് കെയർ ചെയ്യാൻ ഡോൺ ചേട്ടനും ഇല്ലാത്തതുകൊണ്ട് കരച്ചിലും ബഹളമായിട്ട് എഴുന്നേറ്റാൽ എനിക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഡാഡീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോൺ ചേട്ടൻ വയറ് നിറച്ച് വട കഴിച്ച് സൂപ്പർ സാമ്പാറാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതേ ഡോൺ ചേട്ടൻ പോവാണ് കേട്ടോ. കുറച്ച് തിരക്കുണ്ട്, നേരത്തെ പോകണം എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കഥ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ഞാൻ തോമുവിനോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി തൊട്ട് തോമു നേരത്തെ 2-3 ദിവസം നേരത്തെ എഴുന്നേക്ക്, ഇനി താമസിച്ച് എഴുന്നേറ്റാൽ രാവിലെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാവും. കഴിഞ്ഞൊരു വർഷം കൃത്യമായിട്ട് ഒരു 7:45 കഴിയുമ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കും, കുളിപ്പിച്ച് റെഡിയാക്കി വിടും. അവന് പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ 2 മാസമായിട്ട് അവൻ്റെ ഇഷ്ടത്തിന് ഉറങ്ങി എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അങ്ങനെ ദേ ഡോൺ ചേട്ടൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തോമു എണ്ണീറ്റു കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അവനത് പറഞ്ഞത് ഓർമ്മയിൽ വെച്ചിട്ടാണ്. സംഭവം ഇന്നലെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞ കാര്യം കേട്ടപ്പം ഇറങ്ങി വരുമ്പോൾ തന്നെ ഡ്രസ്സ് മാറിയിട്ട് വരും. കുറേ കാര്യങ്ങൾ അവനിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആമ്പിള്ളേരുടേതായ എല്ലാ കുറുമ്പും കയ്യിലുണ്ട്. ബട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാൻ അവൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ വടകൾ വേഗം ഉണ്ടാക്കി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം പിള്ളേർ എഴുന്നേറ്റാൽ ബുദ്ധിമുട്ടാണ്. ചാക്കോൻ്റെ ഹൃദയത്തിനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതില്ലാണ്ട് ചാക്കോയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവുമെന്ന് പോലും എനിക്ക് അറിയില്ല. സ്ലോലി വരണേ, പിടിക്കണേ. ആ ഓക്കെ. അമ്മേ ഈശോ, എന്തൊക്കെ നോക്കിയാലും എൻ്റെ കുട്ടിക്ക് ബുദ്ധിപൂർവ്വം ആദ്യമേ ഇത് ഡ്രസ്സ് താഴോട്ട് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടിക്ക് ബുദ്ധിയുണ്ട്. ഗുഡ് മോർണിംഗ് പറയൂ. ഐ ലവ് യു ചാക്കോ. ഓ പിടിച്ചോ. ഡയപ്പർ എടുത്തിട്ട് വായോ പ്ലീസ്, ഡയപ്പർ എടുത്തിട്ട് വായോ. ഓ ഡയപ്പർ എടുത്തിട്ട് വാ പ്ലീസ്. ഡയപ്പർ പാക്കറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് കേട്ടാ, എടുത്തിട്ട് വായോ കേട്ടാ. ഗുഡ് ബോയ് ആണോ ശരിക്കും? ഇതെന്താ വിരലിട്ടേക്കണേ? വായോ, ഡ്രസ്സൊന്നും ഇടാണ്ട് വാ അങ്ങട്. ഓ മൈ ഗോഡ്, കൈ പോയോ? ആരെ കളഞ്ഞേ? നമ്മുടെ സുണ്ടുമണിയാണോ? ചുമൂരുണ്ട്. മഴ പെയ്യുന്നു, അങ്ങനെ. ഇനി മറ്റേ റെയിൻ റെയിൻ പാടിക്കേ. പാട് പാട്, ഇവിടെ വന്ന് പാടും. വാ പാട്. റെയിൻ റെയിൻ വാവ്. ഇനി മറ്റേ ചായയുടെ പാട്ടറിയോ? പാട് പ്ലീസ്.
ദോശയുടെ പാട്ടറിയോ? ഇതാരെ പഠിപ്പിച്ച ഈ പാട്ട്? മാമാണോ? മാം എങ്ങനെ ചാക്കോനെ വിളിക്ക? സിയാൻ. സിയാൻ എവിടെ? ശരണ്യ മാം എങ്ങനെ വിളിക്ക? വരുന്നടാ, വരുന്നു. ചാക്കോ പിന്നെ ഏത് പാട്ടാ അറിയാവുന്ന? ശരിയായോ? ശരിയാ, കേട്ടത് ശരിയാ. അങ്ങനെ അതേ ഞാൻ ചാക്കോയ്ക്ക് വട കൊടുക്കാണ് കേട്ടോ. തോമ പറഞ്ഞു തോമിന് ബണ്ണ് മതിയെന്ന്. അപ്പം നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബണ്ണ് ഇരിക്കണ്ടായിരുന്നു. നല്ല അടിപൊളി ബണ്ണാണ് കേട്ടോ, നമ്പ്യ ബ്രാൻഡിൻ്റെ ബണ്ണാണ്. അപ്പോൾ ചാക്കോ അത് അവിടെ ഇരുന്ന് കഴിച്ചോളും. മൊത്തം കഴിക്കില്ല, എന്നാലും ഞാൻ അവിടെ വെച്ച് കൊടുത്തു. അപ്പോഴത്തേ മമ്മി വന്നിട്ട് മെഴുകുതിരി കത്തിച്ചാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പോഴത്തേക്കിനും. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യണേ. അപ്പം ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേർ കളിയിലും ബഹളത്തിലാണ്. മമ്മി ഇതേ ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്, മമ്മീയും ഡാഡിയും കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഇനി നാളെ കാണാം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ.